ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആക്നി പ്രൂൺ, ഇനിയിപ്പം ഓയിലി സ്കിൻ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ നമ്മൾ ഫേസിൻ്റെ നീഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇനി നമ്മൾ മൂന്നാമത് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ നമ്മൾ ഡോട്ടായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൺസീലറും ഫൗണ്ടേഷനും അതേപോലെ തന്നെ ചീക്കിൻ്റെ ഏരിയയൊക്കെ നമ്മൾ ഒന്നിച്ചാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റിഫൈങ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലഷായിട്ട് നമ്മുടെ ചീക്കിൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺസീലറും നമ്മുടെ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ ടോണർ വെച്ചിട്ടൊന്ന് നമ്മൾ മോയ്സ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു നനവുണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടോണർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ ടീ ട്രീ ടോണറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു മോയ്സ്റ്റും ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ടോണർ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷ് കിട്ടും. അതിനുശേഷം നമ്മൾ ഐബ്രോയിൽ നമുക്ക് മസ്കാര യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു മസ്കാര കോംബ് ചെയ്യുന്ന കോമ്പുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ലുക്ക് വരുന്നതായിരിക്കും. ആ ഒരു ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ നമ്മൾ ലിപ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് പ്രോ സ്റ്റൈലാണ് കേട്ടോ. അത് ഞാൻ വഴിയെ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഐസ് നന്നായിട്ട് ഡ്രോൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ കാജലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്ക് സെറ്റ് ബ്ലാക്കൊക്കെ നൽകുന്ന കാജലാണ് കേട്ടോ. അപ്പോൾ 120 രൂപയുള്ളൂ, വലിയ പ്രൈസ് റേഞ്ചും ഇല്ല. ഇനി നമ്മൾ ഐലൈനർ വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഐലൈനറിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ലാക്മിയുടെ ഐലൈനറാണ്. ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്ലാക്ക് സെറ്റ് ബ്ലാക്ക് കളർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ല കട്ടിക്ക് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് കട്ടിക്ക് നമ്മൾ അത്യാവശ്യം വിങ്ഡായിട്ട് എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ ഐസിന് അത്യാവശ്യം നല്ലൊരു ലുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ എഴുതി കൊടുത്തു. ഐലൈനർ ആകുമ്പോൾ നമ്മൾ നല്ല ഫിനിഷ് വേണമല്ലോ. അപ്പോൾ ഐസ് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ആയി പോവുകയാണെങ്കിൽ, ഫോൾട്ട് ഉണ്ടെങ്കിൽ ആ ഒരു മേക്കപ്പ് ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക, ഒരു ഫിനിഷ് കിട്ടുകയല്ല ലാസ്റ്റ് വരുമ്പം. അപ്പോൾ നമ്മൾ ഐസ് ഡ്രോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഐ മേക്കപ്പൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കിന് നമ്മൾ ആദ്യമേ തന്നെ ലിപ്പ് ലൈനർ ചെയ്യുകയാണ് കേട്ടോ. അതായത് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനറാണ്. അപ്പോൾ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. 07 ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ലിപ്പ് ഓവറോൾ നമ്മൾ ഡ്രോൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടുന്നതായിരിക്കും നമ്മുടെ ലിപ്സിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മിസ് ADSൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഷെയ്ഡ് വന്നിട്ടുള്ളത് 04 ആണ്. ലിപ്സ് ഓവറോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിരിക്കും നമ്മൾ ഹാക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഹാക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് കൺസീലർ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ എടുത്തിട്ട് നമ്മുടെ ലിപ്സിൽ നമ്മളൊന്ന് സ്പ്രെഡ് ഓവർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും കൺസീലറും കൂടെ ആയിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്യുമ്പം ആ ഒരു ന്യൂഡ് ഫോമിലേക്ക് നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു മേക്കപ്പ് ലുക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു കളറാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്, ലിപ്പ് ലൈൻ ചെയ്തിട്ടുള്ളത് ബ്രൈറ്റ് മെറൂൺ 07 ആണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ഓവർ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു മേക്കപ്പ് ലുക്ക് നല്ല രീതിക്ക് ആ ഒരു പ്രോ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയ്ഡ് ഒന്നുകൂടെ പറയാം. ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനർ മെറൂൺ 07 ആണ്. ബ്രൈറ്റ് മെറൂൺ 07 ആണ്. അപ്പോൾ ADSൻ്റെത് മാറ്റ് ലിപ്സ്റ്റിക്കാണ്, അത് 04 ആണ്. പിന്നെ കൺസീലർ, അപ്പോൾ കൺസീലർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ, ഇന്നത് വേണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ ഐസിൻ്റെ ആ ഒരു ഐ ഷാഡോ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനും നമുക്ക് ജസ്റ്റ് ഈ ഒരു ADSൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്ക്, അതായത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആൻഡ് നമ്മുടെ കൺസീലറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ
ഐസിൻ്റെ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സൂക്ഷിച്ച് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്താൽ മതി. ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലിപ് കളർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല കളറാണ്. നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം നല്ല ഭംഗി നൽകുന്നുണ്ട്. നമ്മൾ ആ ഒരു എപ്പോഴും ഉള്ള ആ ഒരു ഓർഡിനറി കളേഴ്സിൽ നിന്ന് നല്ലൊരു ചേഞ്ച് ഫീൽ ആവുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ഐസിൻ്റെ ഏരിയാസിൽ ബ്ലെൻഡ് ഓവർ ചെയ്യുക. 2 ഐസിലും കുറച്ച് ടൈം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്ത് കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു എക്സാക്റ്റ് ഫിനിഷ് നമ്മുടെ കണ്ണിന് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൂവ് ചെയ്യുന്നത് നമ്മുടെ സെറ്റിംഗ് പൗഡർ വേണമല്ലോ. അപ്പോൾ നമ്മൾ സെറ്റിംഗ് പൗഡർ ഇവിടെ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ഫേസ് ഓവറോൾ സൂക്ഷിച്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്യുക. കോമ്പാക്റ്റ് ബ്ലെൻഡ് ഓവർ ചെയ്തതിന് ശേഷം മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മസ്കാരയുടെ ആ ഒരു ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 926 മിലാപ്പ് എന്ന് പറഞ്ഞ ലാഷ് ലെങ്തനിങ് ആൻഡ് വോളിമൈസിങ് മസ്കാര എന്നുള്ള ഒരു മസ്കാരയാണ്. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് റേഞ്ച് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല. മിലാപ്പ് എന്നാണ് കേട്ടോ മസ്കാരേൻ്റെ നെയിം. അപ്പോൾ ഫൈനലി നമ്മുടെ ലുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്തതിൽ വെച്ചിട്ട് ലിപ്പിൻ്റെ മേക്കപ്പാണ്. അതായത് ആ ഒരു ബോൾഡ് ലിപ്പ് ലൈനറും അതേപോലെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും എല്ലാം ആഡ് ചെയ്തിട്ട് കൺസീലറും കൂടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തപ്പം വേറൊരു ന്യൂഡായിട്ടുള്ള അല്ലെങ്കിൽ പ്രോ ലിപ്പായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.